നൽകും പരിശുദ്ധാത്മാവേ വരണമേ, ഹൃദയത്തിൽ വന്നു നിറയണമേ, മനതാരിൽ വന്നു വാഴണമേ. പരിശുദ്ധാത്മാവേ വരമേഴും നൽകും പരിശുദ്ധാത്മാവേ വരണമേ, ഹൃദയത്തിൽ വന്നു നിറയണമേ, മനതാരിൽ വന്നു വാഴണമേ. നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം, ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും, എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും, എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്ന് അറിഞ്ഞില്ല ഞാൻ. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹമെത്ര സുന്ദരം, ഇത്ര നല്ല ദൈവത്തോടു ഞാൻ
എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഈശ്വരന്റെ സ്നേഹിക്കപ്പെടുന്നവരെ, പെന്തക്കോസ്താ തിരുനാളിനോടനുബന്ധിച്ച് നമ്മുടെ ദിവസങ്ങളിൽ ഏറ്റവും അടുത്ത ഒരുക്കത്തിലൂടെ കടന്നു പോവുകയാണ്. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധാത്മാവിന്റെ തീക്ഷ്ണമായ ഇടപെടലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ സ്വരം ശ്രവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും പരിശുദ്ധാത്മാവ് ആത്മാവ് പറയുന്നത് പോലെ, ആത്മാവ് ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും സംസാരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായി ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ കുടുംബങ്ങളെ ഓർക്കാം. പ്രിയപ്പെട്ടവരെ, കോവിഡ് ബാധിച്ച ആശുപത്രികളിലും ഭവനങ്ങളിലും ഒക്കെ കഴിയുന്നവർ, അവരെ ശുശ്രൂഷിക്കുന്നവർ, ഡോക്ടേഴ്സ്, നഴ്സസ്, സാമൂഹ്യ പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, ഇവരെയൊക്കെ നമുക്ക് ഓർക്കാം. ഒറ്റപ്പെട്ട് കഴിയുന്നവർ, ഭക്ഷണമില്ലാതെ കഴിയുന്നവർ, വലിയോരങ്ങളിൽ കഴിയുന്നവർ, പലായനം ചെയ്യുന്നവർ, എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവിന്റെ ഇടപെടലിന് വേണ്ടി കാത്തിരുന്നുകൊണ്ട് ഈ ബലി ഒരുമയോടെ ഒന്ന് ചേർന്ന് നമുക്ക് അർപ്പിക്കാം. അന്നാ പെസഹാ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയമായ ത്രിത്വത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നല്ലതും ഉചിതവുമല്ലോ നാം പാടുക ദൈവ സ്തുതിഗീതം. വാഴ്ത്താം അവനുടെ തിരുനാമം. ദൈവം നിത്യൻ സ്തുത്യർഹൻ. ചിതറിയൊരിസ്രയേൽ ജനതയെ നാഥൻ വീണ്ടും ചേർക്കുന്നു. പണിയുന്നു മുസ്ലിം നഗരിയവൻ. കരുണാവാരിധിയവനല്ലോ. പൊട്ടിനുറുങ്ങിയ മനസ്സുകളിൽ ദൈവം സൗഖ്യം പകരുന്നു. ആകുലമാകെ അകറ്റിയവൻ ശാന്തി ജനത്തിനു നൽകുന്നു. താരകനിരകളെ എണ്ണിയവൻ വിണ്ണിൽ നിയമിച്ചാക്കുന്നു. നാമവ വയ്ക്കവനേകുന്നു. പാതയവയ്ക്കു തുറക്കുന്നു. ദൈവം ബലവാൻ വലിയവനും സീമാതീത ജ്ഞാനമവൻ. എളിയവനുന്നതി പുൽകുന്നു. ദുഷ്ടനെ നിശിതം താഴ്ത്തുന്നു. കിന്നരരാഗം മീട്ടിമുതാ നാഥനു ഗാനം പാടിടുവിൻ. മുകിലുകളാലവനാകാശം മൂടുന്നു. മഴ നൽകുന്നു. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതിഗീതം പാടിയിടും. വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിയിടും. താതനുമതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതി എന്നേക്കും. ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മത്തിനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും
സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനുമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സർവജ്ഞനായ ഭരണകർത്താവും നിന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ സ്മേന്യനായ പരിപാലകനും സകല നന്മകളുടെ സൗഭാഗ്യങ്ങളുടെ ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 4 ലേഖനത്തിൽ നിന്നും ഗുരു ആശീർവദിച്ചാൽ. മിശിഹാസോദരൻ, നിങ്ങൾക്ക് ഉത്കണ്ഠ ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവിവാഹിതർ കർത്താവിനെ എങ്ങനെ സംപ്രീതനാക്കാമെന്ന് ചിന്തിച്ച് കർത്താവിന്റെ കാര്യത്തിൽ തൽപരരാകുന്നു. വിവാഹിതൻ സ്വഭാര്യയെ എങ്ങനെ പ്രീതിപ്പെടുത്താമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങളിൽ തൽപരനാകുന്നു. അവന്റെ താല്പര്യങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അവിവാഹിതയായ സ്ത്രീയും കന്യകയും ആത്മാവിലും ശരീരത്തിലും വിശുദ്ധി പാലിക്കാനായി കർത്താവിന്റെ കാര്യങ്ങളിൽ തൽപരരാണ്. വിവാഹിതയായ സ്ത്രീയാകട്ടെ ഭർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങളിൽ തൽപരയാകുന്നു. ഞാൻ ഇത് പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തടയാനല്ല. പ്രത്യുത നിങ്ങൾക്ക് ഉചിതമായ ജീവിതക്രമവും കർത്താവിനെ ഏകാഗ്രമായി ശുശ്രൂഷിക്കാൻ അവസരവും ഉണ്ടാകുവാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനമതുവായി ഞാനതൊഴുക്കിയിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിതനാം കവി തന്തോലിക പോൽ എന്നാവിപ്പോ. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ ലൂക്കാ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 3, 7 മുതൽ 12 വരെയുള്ള വചനങ്ങൾ. അനേകം പരിസയ്യരും സദുക്കായരും മാമോദിസ സ്വീകരിക്കാൻ വരുന്നത് കണ്ട് യോഹന്നാൻ അവരോട് പറഞ്ഞു, അനലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലുവാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാരാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കൂ. ഞങ്ങൾക്ക് പിതാവായി അബ്രാഹമുണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട. കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് വേണ്ടി സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ച് കഴിഞ്ഞു. അതിനാൽ നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലിടപ്പെടും. മാനസാന്തരത്തിനായി ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് മാമോദീസ നൽകുന്നു. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ. അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് മാമോദീസ നൽകും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി തന്റെ ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കും. പതിര് കെടാത്ത തീയിൽ കത്തിച്ചു കളയുകയും ചെയ്യും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ, ഒരു ചെറിയ സന്ദേശത്തിലേക്ക് നമ്മൾ കടക്കുകയും പെന്തക്കോസ്താ തിരുനാളിനോടനുബന്ധിച്ച് പരിശുദ്ധാത്മാവിനോട് ചേർന്നുള്ള ചില ചിന്തകളിലൂടെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കടന്നു പോകും.
എന്ന് നമ്മൾ ചിന്തിക്കുക, നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ പറ്റി. പരിശുദ്ധാത്മാവ് രൂപാന്തരീകരണം ഉണ്ടാക്കുന്ന ആത്മാവ്. പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നത് ആത്മാവിന്റെ പ്രവർത്തനത്തിലൂടെയാണെന്ന് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണും. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പല രീതിയിലും രൂപത്തിലും ഭാവത്തിലും മനുഷ്യന്റെ മുന്നിലേക്ക് കടന്നു വരുന്നു. അവസാനം പരിശുദ്ധാത്മാവ് മാംസം ധരിച്ച് ഈശോയുടെ രൂപത്തിൽ ഭൂമിയിലേക്ക് കടന്നു വരുന്നു. അവൻ വീണ്ടും സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവിനെ ശിഷ്യരിലേക്ക് ഒരു ശക്തിയായി, സഹായകനായി, അഡ്വക്കേറ്റായി, പാറക്കലേത്തിയായി, കൂട്ടുകാരനായി നൽകുന്നു. ഇതൊക്കെ ബൈബിൾ നമ്മളോട് പറയുന്ന കഥകളാണ്. പ്രിയമുള്ളവരെ, ഈ രൂപാന്തരീകരണം പരിശുദ്ധാത്മാവ് ഇന്നും എന്നും നമ്മുടെ ചുറ്റുപാടും ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ നാട്ടിലൊക്കെ പണ്ട് നാളുകളിലൊക്കെ ഞങ്ങളൊക്കെ ഈ ട്യൂഷനൊക്കെ പോകുന്ന സമയത്ത് രാവിലെയൊക്കെ ചിലപ്പോൾ വഴിയുടെ സൈഡിൽ ഓടയിലും ഡ്രൈനേജിലും ഒക്കെ ചില മനുഷ്യരൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണാം. പലർക്കും വസ്ത്രങ്ങളൊന്നും കാണില്ല, തുണിയൊന്നും ഇല്ലാതെയാണ് കിടക്കുക. ഈ മനുഷ്യരെയൊക്കെ പിന്നീട് ഒരു 8 മണി 7:30 ആകുമ്പോഴേക്കും ആരെങ്കിലും വീട്ടുകാർ വന്ന് എടുത്തുകൊണ്ട് പോകും. എല്ലാ ദിവസവും അല്ല കേട്ടോ, അവരൊക്കെ ഇനി കേട്ട് കഴിഞ്ഞ് എന്നെ ഓടിക്കും. അപ്പോൾ ഈ ചില ദിവസങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ ആരെങ്കിലും ആശുപത്രികളിൽ കൊണ്ടുപോകും. അങ്ങനെയൊക്കെയാണ് കണക്കാറ്. പക്ഷെ ഇന്ന് ഞാൻ ഈ മനുഷ്യരെയൊക്കെ ചിലപ്പോൾ കാണുന്നത് ഞാൻ അൾത്താരയിൽ നിന്ന് ബലിയർപ്പിക്കുമ്പോൾ അൾത്താരയ്ക്ക് തൊട്ടു മുമ്പിൽ വന്ന് വിശുദ്ധ കുർബാന പുസ്തകമൊക്കെ കയ്യിലെടുത്ത് ഉറക്കെ ആമേൻ എന്ന് പ്രാർത്ഥിക്കുന്ന, സ്വർഗസ്വനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കുന്ന, കുർബാനയിലെ പാട്ടുകളും പ്രാർത്ഥനകളും ഒക്കെ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മനുഷ്യരായി ഇവര് നമ്മുടെ ഇടയിലുണ്ട്. എന്താണ് ഇവരിൽ സംഭവിച്ചത്? ഇവരിൽ ഒരു രൂപാന്തരീകരണം സംഭവിച്ചു. എപ്പോഴാണ്? പരിശുദ്ധാത്മാവ് ഒരു രൂപാന്തരീകരണം ഇവരിൽ ഉണ്ടാക്കുകയാണ്. അത് ഒരു നിമിഷത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ചിലര് പറയും ഞാൻ ഡിവൈനിൽ പോയി ധ്യാനം കൂടി. കേരളത്തിൽ വലിയൊരു മാനസാന്തരം ഉണ്ടാക്കിയത് ഡിവൈൻ ധ്യാന കേന്ദ്രമാണ്. നമുക്കറിയാം, ആ ധ്യാന കേന്ദ്രത്തിന്റെ ചുവട് പിടിച്ചാടുള്ള മറ്റെല്ലാ ധ്യാന കേന്ദ്രങ്ങളും ഉണ്ട്. അപ്പൊ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി പരിത്രാണയിൽ വന്ന് ധ്യാനം കൂടി, മാനസാന്തരം. ഈ മാനസാന്തരം എന്താണ്? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ മാനസാന്തരം രൂപാന്തരീകരണത്തിലേക്കാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ ക്ഷണിക്കുക. യോഹന്നാൻ പറയുന്നത് എന്താണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കും. എവിടെയാണ് മാനസാന്തരം സംഭവിക്കുക? ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം നൽകും, പക്ഷേ എന്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിനെയും കൊണ്ട് നിങ്ങൾക്ക് സ്നാനം നൽകുമ്പോൾ രൂപാന്തരീകരണം ഉണ്ടാവുകയാണ്. പ്രിയമുള്ളവരെ, ഈ രൂപാന്തരീകരണം നമ്മളിലും സംഭവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞാൽ മാത്രം പോരാ, പരിശുദ്ധാത്മാവിന്റെ സ്വരം നമ്മൾ കേൾക്കണം. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. പരിശുദ്ധാത്മാവിന്റെ സ്വരം നമ്മൾ കേൾക്കണം, അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. അവിടെയാണ് യഥാർത്ഥമായ രൂപാന്തരീകരണം. അല്ലെങ്കിൽ നമ്മൾ രൂപാന്തരപ്പെട്ടു എന്ന് പറയും, പുറമേ നോക്കുമ്പോ ഓക്കെ, പക്ഷെ ചിരി അഹങ്കാരം, ചിരിയേ ഉള്ളൂ, ഒത്തിരിയില്ല. ഇത്തിരി അസൂയ, ചിരിയേ ഉള്ളൂ, ഒത്തിരിയില്ല. ഇത്തിരി തലക്കനം, ഇത്തിരിയേ ഉള്ളൂ, ഒത്തിരിയില്ല. ഇത്തിരി കപടഭക്തി, പുറമേ നോക്കുമ്പോൾ ഭയങ്കര ഭക്തി, ഭയങ്കര പെർഫോമൻസുകളാണ്, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഒന്നുമില്ല. എല്ലാം ഇത്തിരിച്ച കുറവുകൾ മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്? യഥാർത്ഥമായ രൂപാന്തരീകരണം സംഭവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ യഥാർത്ഥമായ രൂപാന്തരീകരണം നമ്മുടെ ഇടയിൽ ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സ്വരം നമ്മൾ കേൾക്കണം. അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം. പലപ്പോഴും നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്നതാരാണ്? മനുഷ്യരാ നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്നത്. മനുഷ്യര് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. മനുഷ്യര് ചിലര് പറയും അത് ചെയ്താൽ മതി, ചിലര് പറയും ഇത് ചെയ്താൽ മതി. ഇപ്പൊ നമുക്കൊരു രോഗം വന്നു. ഇപ്പൊ ഞാനിപ്പോൾ ഈ കുർബാനയുടെ ഇടയ്ക്ക് ഒന്ന് പ്രസംഗിച്ചതല്ല, ഒന്ന് ചുമച്ചു, തുമ്മി. ഇപ്പൊ ഞാനൊരു പള്ളിയിലാണ് ഈ തുമ്മുന്നതെങ്കിൽ, ആളുകൾ ഉള്ളൊരു സമയമായിരുന്നെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ ചിലര് വന്നിട്ട് പറയും, അച്ഛാ ഇന്ന സാധനം മേടിച്ച് കഴിച്ചാൽ മതി, അല്ലെ അച്ഛൻ ഇന്ന കാര്യം ചെയ്താൽ മതി, അച്ഛൻ ചൂട് പാലിനകത്ത് ഇച്ചിരി മഞ്ഞള് കലക്കി കുടിച്ചാൽ മതി, തുമ്മലങ്ങ് മാറും. ഒരു 100 മരുന്ന് നമുക്ക് കിട്ടും. അത് ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് അവർ പറയുക. പലപ്പോഴും പ്രിയമുള്ളവരെ, നമ്മൾ വ്യക്തികൾ പറയുന്ന കാര്യങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ എന്താണെന്നറിയാം, അവന്റെ ഇഷ്ടങ്ങൾക്കും അവളുടെ ഇഷ്ടങ്ങൾക്കും അവന്റെ അനുഭവങ്ങൾക്കും അവളുടെ അനുഭവങ്ങൾക്കും ബേസ് ചെയ്താണ് അവർ പലപ്പോഴും പല നിഗമനങ്ങൾ നമ്മളോട് പറയും. ഒരിക്കലും പരിശുദ്ധാത്മാവിന്റെ സ്വരമോ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമോ പരിശുദ്ധാത്മാവിന്റെ സംസാരമോ ആകണമെന്നില്ല. ആകാം,
എല്ലാം അല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ചിലതാകാം. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ചില വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ എല്ലായ്പ്പോഴും അവിടെ നമ്മള് ഈ പരിശുദ്ധാത്മാവിന്റെ സ്വരം ശ്രമിക്കുന്നതിന് പോലെ ഈ വ്യക്തികൾ പറയുന്ന കാര്യങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആത്മാവിന്റെ സ്വരത്തെ ധിക്കരിക്കുന്നു, ആത്മാവിനെ ധിക്കരിക്കുന്നു. അവിടെ രക്ഷയില്ല, ഫലമുണ്ടാകില്ല. മാനസാന്തരത്തിന് യോജിച്ച ഫലമുണ്ടാകില്ല. വചനം പറയുന്ന പോലെ നിങ്ങൾ മാനസാന്തരത്തിന്റെ യോജിച്ച ഫലം ഉണ്ടാകണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ സ്വരം നമ്മൾ ശ്രവിക്കണം. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകും. അവിടെ ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരെ ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്ന് വരാം. ചിലപ്പോൾ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ എല്ലാവരും പറയുന്ന രീതി ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് തോന്നില്ല. കാരണം പരിശുദ്ധാത്മാവ് അനുവദിക്കില്ല ചില കാര്യങ്ങളൊക്കെ. റെയ്നാർഡ് ബോംഗെ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റി ഡാനിയൽ അച്ഛന്റെ ഒക്കെ പ്രസംഗത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹം വിഖ്യാതനായ ഒരു പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രകാരനാണ്, പ്രസംഗകൻ. ഈ ബോംഗെ നൈജീരിയയിൽ ഒരിടത്ത് പ്രസംഗിക്കുവാനായി വചനം പ്രഘോഷിക്കാനായിട്ട് പോയി. അദ്ദേഹം അവിടെ ചെന്ന് പ്രസംഗിക്കാൻ പോകുന്ന സ്ഥലം ഈ വളരെ വലിയ മന്ത്രവാദികളും അതുപോലെ ശൂദ്ര പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്ന ഒരു വളരെ മോശമായ സ്ഥലം. അവിടെ വലിയൊരു ഗ്രൗണ്ടിൽ ഒരു 10,000 പേരെ ഉൾക്കൊള്ളാവുന്ന ഒരു ടെന്റ് കെട്ടി അവിടെ ബോംഗെ വചനപ്രഘോഷണം ആരംഭിക്കുക. അവിടെ പലരും വന്ന് വചനം പ്രഘോഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. കാരണം ഈ മന്ത്രവാദികൾ ഇവരെ ഓടി. അങ്ങനെ ബോംഗെ വചനപ്രഘോഷണം തുടങ്ങി. അപ്പൊ വലിയ കാറ്റും കോളും പേമാരിയും ഒക്കെ വരികയാണ്. ബോംഗെ സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് ഈ കാറ്റിനെയും കോളിനെയും പേമാരിയെ ശാസിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: കാറ്റേ, കോളെ, പേമാരിയെ, സാത്താനെ, ഓടിയകലെ. നിങ്ങൾ ഈ ടെന്റ് തകർത്താൽ, ഞാനിപ്പോൾ 10,000 പേർക്കുള്ള ടെന്റ് ഇട്ടേക്കുന്നു. ഞാൻ ഈ ടെന്റ് നിങ്ങൾ തകർത്തു കഴിഞ്ഞാൽ ഞാൻ 30,000 പേർക്ക് ഇരിക്കാവുന്ന ഒരു ടെന്റ് പണിത് ഞാൻ ഇവിടെ വചനം പ്രഘോഷിക്കും. അപ്പൊ കാറ്റടങ്ങി, കോളടങ്ങി. ബോംഗെ പിശാചിനെ തോൽപ്പിച്ചു. അദ്ദേഹം വീണ്ടും വചനം പ്രഘോഷിച്ചു തുടങ്ങി. അപ്പൊ വീണ്ടും പരിശുദ്ധാത്മാവ് ബോംഗെയോട് സംസാരിക്കും. ബോംഗെ, നീ എന്താ ചെയ്തത്? നീ പിശാചുമായിട്ടൊരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു. നീ കാറ്റും കോളും ഒക്കെ അങ്ങ് മാറ്റുവാണെങ്കിൽ, മാറ്റിയില്ലെങ്കിൽ ഞാൻ ഇത് പൊളിച്ചു കളഞ്ഞാലും 30,000 പേരെ ഇരുത്താവുന്ന ഒരു ടെന്റ് പണിയും എന്ന് പറഞ്ഞൊരു ഉടമ്പടി ഏർപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ ഇത് പൊളിക്കാതിരിക്കുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ കൊണ്ടങ്ങ് നിർത്തി പോയ ഒരു ഉടമ്പടിയിൽ അവിടെ പിശാചി പിൻവരും. ബോംഗെയോട് പരിശുദ്ധാത്മാവ് പറയാണ്, നീ അതല്ല ചെയ്യണം. നീ പിശാചിനോടല്ല പിശാചിന്റെ സ്വരമല്ല നീ പ്രസംഗിക്കേണ്ടത്. പിശാചി പറയുന്നതല്ല നീ കേൾക്കേണ്ടത്. വീണ്ടും ബോംഗെ ഇറങ്ങി പിശാചിനോട് പറയുകയാണ്, നീ ടെന്റ് പൊളിച്ചാലും പൊളിച്ചില്ലെങ്കിലും ഞാൻ ഇവിടെ 1,00,000 പേർക്ക് ഇരിക്കാവുന്ന ടെന്റ് ഉണ്ടാക്കി വചനം പ്രഘോഷിക്കും. പരിശുദ്ധാത്മാവിന്റെ സ്വരം കേട്ടപ്പോൾ അവിടെ ജനലക്ഷങ്ങൾ വിശ്വാസത്തിലേക്കും മനസാന്തരത്തിലേക്കും കടന്നു വരികയാണ്. നിങ്ങളൊരു പരിശുദ്ധാത്മാവിന്റെ സ്വരം നമ്മൾ കേൾക്കണം. ബൈബിളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. ചിലപ്പോൾ ചില പ്രസംഗങ്ങളിലൂടെ, ചിലപ്പോൾ പരിശുദ്ധാത്മാവ് നേരിട്ട് ചില കാര്യങ്ങൾ അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സമയത്ത് ദൈവം തോന്നിപ്പിക്കുന്നു. ഇപ്പം മരിച്ച് വീട്ടിലൊരു പ്രിയപ്പെട്ടവരെ നമുക്ക് നഷ്ടപ്പെട്ടു, പെട്ടെന്ന് നമുക്കൊരു ആശ്വാസം തോന്നുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. അല്ലെങ്കിൽ നമ്മളൊരു തിന്മയിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്നു, പെട്ടെന്ന് എവിടെയൊരു ബ്ലോക്ക്, ആരായി ബ്ലോക്ക് ഇടുന്നു? പരിശുദ്ധാത്മാവ് ഇടുന്ന ബ്ലോക്കാണ്. പരിശുദ്ധാത്മാവിന്റെ സംസാരമാണ് അതൊക്കെ. ചിലപ്പോൾ നമ്മൾ ചില വ്യക്തികളിലൂടെ പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഷോക്ക്, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഒരു സംസാരമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ രൂപാന്തരീകരണം സംഭവിക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മളെ രൂപാന്തരപ്പെടുത്തണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സ്വരം നമ്മൾ കേൾക്കണം. അത് കേൾക്കാനായിട്ട് നമ്മൾ ഇരിക്കണം. അത് കേട്ടത് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണം. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സ്വരം തിരിച്ചറിയാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിശുദ്ധ കുർബാന തുടരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യവും ജീവനുമായ മിശിഹായേ, നിന്റെ പുനരുത്ഥാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ അജപാലകരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവരും സത്യത്തെ പ്രതിപീഡ അനുഭവിക്കുന്നവരും അങ്ങയുടെ മഹത്വപൂർണമായ ഉത്ഥാനത്തെയും അവനനീയമായ സ്വർഗഭാഗ്യത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടം ഓടുവാനും
വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെയും ഉയർപ്പിന്റെയും കാരണമായ തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടുകൂടെ സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നുള്ള പരിശ്രമങ്ങൾ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായി, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ഗീവർഗീസ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായി, അതിരൂപതാധ്യക്ഷനായ മാർ യോസേഫ് മെത്രാപ്പൊലീത്തായി, മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാദ്രകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ ജഗണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ വൃതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കയ്യൂപ്പനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സർവത്രികവും സ്വർഗീയവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ ബലം കൈനീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സർവ്വത്തുകളും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾ എല്ലാവരെയും ദയാപൂർവ്വയോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. Masiha vad med akira almad bah kudsa badihal sa babri hamsa kullenna iskaravuli vammalaki nembuli kandis 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 mariala മധുപോ ആത്മജനും ദിവ്യ റുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിട പാവനം ഈ ബലിയിൽ ആദിയിലെ പോൽ എന്നേക്കും ആമേൻ ആമേൻ. സുതനോടെ പ്രേഷിതരേ ഏകജ സ്നേഹിതരേ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മർത്തോമായെയും
ദൈവസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിതിൽ ഓർത്തിടാ. നമ്മോടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തിന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരോടൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിത ആയിടുവാ. തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തിമോദായി നിത്യം വാഴ്ത്തിടാ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തിറക്കപ്പെട്ട് വരികയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പം നിത്യായുസ്സുകൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതനും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും. സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന ഇവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംവേദനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു.
അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനതകഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ, രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിന് ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലെങ്കിൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മാരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരുമരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. ഉന്നത വീഥിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീഥിയിലോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സ്മാരം നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് ധീരരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു.
താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം എത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും ബ്രദരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മെത്രാപ്പൊലിത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനും മേലധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാപ്പൊലിത്തയ്ക്ക് വേണ്ടിയും മാർ തോമസ് പിതാവിന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും എല്ലാ പുരോഹിതന്മാർ, സമർപ്പിതരാത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാവിധം വർത്തിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും അകലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും ഈ ബലിയിൽ ഞങ്ങൾ അനുസ്മരിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപുറം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും കർത്താവേ, ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ വന്യനവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാവെന്ന് ജീവിതായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായക അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നിർമ്മല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും
പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവശ്യിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉറപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നിന്നുമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുത്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കും. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിതാ പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോട് സമീപിക്കാം. അനുതാപത്തോടെ അപരാധങ്ങളുടെ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യ
ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. നീക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങേ സ്വർഗ്ഗരാജ്യത്തിൽ സ്ഥലവിശുദ്ധരെ വന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യും. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരോപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യ അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരോഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ശംസിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ പ്രാർത്ഥനയേറ്റു ചൊല്ലി അരൂപിയിൽ ഈശോയെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ഓ എന്റെ ഈശോയെ, ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ഈശോയുടെ തിരുശരീരവും രക്തവും കണങ്ങളുടെ പുറത്തേക്കും പാപങ്ങളും വന്നിട്ടുണ്ട്. ഒരിത്തിരി ഇടം തരുമോ?
നുകർന്നോട്ടെ, നിന്റെ ഹൃത്തിൽ ഞാനൊന്നലിഞ്ഞോട്ടെ, നിന്റെ സ്നേഹം ഞാൻ നുകർന്നോട്ടെ, നിന്റെ ഹൃത്തിൽ ഞാനൊന്നലിഞ്ഞോട്ടെ, എൻ്റെ ഈശോയേ, എൻ്റെ ഈശോയേ, ഒരിത്തിരി ഇടം തരുമോ എന്നീശോയേ, നിൻ ഹൃത്തിലെന്നെ ചേർത്തിടുമോ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദ്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അടനിമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച രഹസ്യങ്ങൾ ഞങ്ങളുടെ ഉത്ഥാനത്തിന് ചാരമായി ഭവിക്കട്ടെ. മനുഷ്യവംശത്തിനങ്ങ് നൽകിയ മഹത്വത്തെ ഓർത്ത് സ്വർഗരാജ്യത്തിൽ സകല നീതിമാന്മാരോടും കൂടി അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന് പ്രത്യാശയായ മിശിഹായെ കുർബാന വഴി ഉത്ഥാനത്തിന്റെ രഹസ്യത്തിൽ നീ ഞങ്ങളെ പങ്കുകാരാക്കി തിരുരക്തത്താലുഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ നിന്റെ അനന്ത കാരുണ്യത്തിൽ നിന്ന് പ്രകാശിപ്പിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെ നാഥ എന്നേക്കും ആമേൻ. പാപവിമോചനമേകിടുവാൻ, പാരിന് ശാന്തി പകർന്നിടുവാൻ, ക്രൂശിതനായൊരു നാഥാനിൻ ഉത്ഥാനം പരമാനന്ദം. ഉത്ഥിതനാഥൻ മാനവരിൽ പാവന ശാന്തി നിറയ്ക്കുന്നു. സ്വാതന്ത്ര്യത്തിൻ വീഥികളിൽ നിത്യം നമ്മെ നയിക്കട്ടെ. വാഗ്ദാനം പോലനവരതം വിശ്വാസത്തിൽ വളർന്നിടുവാൻ, ഉത്ഥിതനെ ഉദ്ഘോഷിക്കാൻ ദൈവം വരനിര ചൊരിയട്ടെ. ജീവൻ പകരും നിർമ്മലമാ അവന ദിവ്യരഹസ്യങ്ങൾ നിത്യമഹത്വം നൽകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാതാവേ, ഈ സംഗീതത്തിലൂടെ നിന്റെ സഹായം തേടി എന്റെ മാനസികയാച്ചവേ ഒരു ഉപേക്ഷ ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദൈവങ്ങളുടെ മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ നിർഭാഗത്തിൽ അണയുന്നു. നെടുവർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ യാതികത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ചവനത്തിന് മാതാവേ, എന്റെ അമ്മയുടെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാവരം കേട്ടുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധൻ മഹോന്നത ധീരൻ പരമെങ്ങും വിളങ്ങും മഹീശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മിശിഹാ. പരിശുദ്ധൻ മഹോന്നത ധീരൻ പരമെങ്ങും വിളങ്ങും മഹീശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മശിഹാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ. അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ, രാജാതിരാജനാം മിശിഹാ. അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ, രാജാതിരാജനാം മിശിഹാ. ഹല്ലേലൂയ, 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 ആരാധന യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഈശോയേ ആരാധന, ഈശോയേ ആരാധന, ഈശോയേ ആരാധന, ഈശോയേ ആരാധന. താതനേ താതനേ ആരാധന, താതനേ ആരാധന, താതനേ ആരാധന, താതനേ റൂഹായേ ആരാധന, റൂഹായേ ആരാധന,
പരിശുദ്ധാത്മാവേ ആരാധിക്കുന്നു 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 ദൈവമേ ശക്തിയെ ശക്തിയെ ഞങ്ങൾ ആരാധിക്കുന്നു 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 പരിശുദ്ധാത്മാവേ 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 അഭിഷേകം തരണമേ അഭിഷേകം തരണമേ അഭിഷേകം തരണമേ പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ പരിശുദ്ധാത്മാവേ അഭിഷേകം തരണമേ അഭിഷേകം തരണമേ പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഞങ്ങളോടൊപ്പമായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ജ്ഞാനത്തിന്റെ പുസ്തകം 19-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു. കരയിലെ ജീവികൾ ജലജീവികളായി മാറി, ജലത്തിൽ നീന്തി നടന്നവ കരയിൽ വിഹരിച്ചു. അഗ്നി ജലത്തിൽ പോലും അതിന്റെ ശക്തി പ്രകടിപ്പിച്ചു. ജലം അഗ്നിയെ കെടുത്തുന്ന സ്വഭാവം വിസ്മരിച്ചു. മറിച്ച് അഗ്നിജ്വാല അതിൽ പതിക്കുന്ന ജീവികളുടെ നശ്വര ശരീരം ദഹിപ്പിച്ചില്ല. നിഷ്പ്രയാസം ഉരുകുന്ന സ്ഫടിക സദൃശ്യമായ സ്വർഗീയ ഭോജനത്തെ ഒരുക്കിയില്ല. കർത്താവ് അങ്ങ് സ്വജനത്തെ അങ്ങ് എല്ലാറ്റിലും ഉയർത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു. എന്നും എവിടെയും അവരെ തുണയ്ക്കുവാൻ അങ്ങ് മടിച്ചില്ല. ദിവ്യകാരുണ്യേശോയെ, ഈ പെന്തക്കോസ്താ തിരുനാളിന്റെ 2-ാം ദിനത്തിൽ ഞങ്ങളുടെ രൂപാന്തരീകരണത്തെ കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ദൈവമേ, ഈ വചനം ഞങ്ങൾക്ക് വലിയ പ്രത്യാശയും പ്രതീക്ഷയും തരികയാണ്. കർത്താവേ, അങ്ങയുടെ ഇടപെടലിൽ കരയിലെ ജീവികൾ ജലജീവികളായി മാറിയെന്നും ജലത്തിൽ നീന്തി നടന്നവ കരയിൽ വിഹരിച്ചെന്നും അഗ്നി ജലത്തിൽ പോലും ശക്തി പ്രകടിപ്പിക്കാൻ തുടങ്ങിയെന്നും ജലം അഗ്നിയെ കെടുത്തുന്ന സ്വഭാവം വിസ്മരിച്ചു, മറിച്ച് അത് ദഹിപ്പിക്കുന്ന സ്വഭാവം മറന്നു എന്നും ഒക്കെ വചനത്തിൽ അവിടുന്ന് വെളിപ്പെടുത്തുന്നുണ്ടല്ലോ. കർത്താവേ, ഞങ്ങളിലും ഈ ഒരു രൂപാന്തരീകരണം സംഭവിക്കട്ടെ. ഞങ്ങളും രൂപാന്തരീകരണം സംഭവിക്കുന്ന മക്കളായിട്ട് മാറട്ടെ. കർത്താവേ, ഞങ്ങളുടെ തിന്മയുടെ സ്വഭാവങ്ങൾ വിട്ടുമാറി ഞങ്ങളിൽ ആഴ്ന്നിരിക്കുന്ന കാലങ്ങളായി രൂപപ്പെട്ട ഞങ്ങളുടെ സ്വഭാവം, ഞങ്ങളുടേത് എന്ന് കരുതിയിരിക്കുന്ന ഞങ്ങളുടെ രീതികൾ, സ്വഭാവങ്ങൾ, അവയെ അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ. കരയിൽ ജീവിക്കുന്ന ജീവികളെ ജലത്തിൽ ചരിക്കുന്നവരാക്കി മാറ്റുന്ന കർത്താവേ,
ജലത്തിൽ ചരിക്കുന്ന ജന്തുക്കളെ കരയിൽ ജീവിക്കുന്ന ജന്തുക്കളാക്കി മാറ്റുന്ന കർത്താവേ, അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. വെള്ളത്തിന്റെ സ്വഭാവം തീയുടെ സ്വഭാവമാക്കി മാറ്റാനും തീയുടെ സ്വഭാവം വെള്ളത്തിന്റെ സ്വഭാവമാക്കി മാറ്റാനും അങ്ങേക്ക് കഴിയും എന്ന് ജ്ഞാനത്തിന്റെ പുസ്തകത്തിലൂടെ അവിടുന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. കർത്താവേ, അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല. അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല. കർത്താവേ, ഈ രൂപാന്തരീകരണം ഞങ്ങളിലും സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കും ഒരു നിമിഷം ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. ഈ രണ്ടാം ദിനത്തിൽ പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ കാലങ്ങളായി രൂപപ്പെട്ടിരിക്കുന്ന ഞങ്ങളിലെ മനുഷ്യപ്രകൃതിയെ ദൈവീകമാക്കി മാറ്റണമേ, അങ്ങയുടേതാക്കി മാറ്റണമേ, രൂപാന്തരപ്പെടുത്തണമേ, നവീകരിക്കണമേ. ഞങ്ങൾക്ക് പോലും അതിശയകരമായ വിധത്തിൽ അവയെ അവിടുന്ന് എടുത്തു മാറ്റണമേ. കർത്താവേ, രണ്ടാമത്തെ ദിനത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങളെ നമുക്കിന്ന് പ്രത്യേകം സമർപ്പിക്കാം. ഈ ആരാധനയിൽ പ്രത്യേകം നമ്മുടെ നിയോഗങ്ങളെ നമുക്കിപ്പോൾ സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാം നമുക്ക് ഓർമ്മിക്കാം. നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളിൽ മാറണമെന്ന് ആഗ്രഹിക്കുന്ന, മാറ്റണമെന്ന് ഒക്കെ ആഗ്രഹിക്കുന്ന എല്ലാ മേഖലകളിലും കർത്താവ് ഇടപെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾക്ക് നാളുകളായി പരിശ്രമിച്ചിട്ടും സാധിക്കാതെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഞങ്ങളിലെ ദുഷ്പ്രവണതകളെ, സ്വഭാവങ്ങളെ, രീതികളെ എല്ലാം രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ ആരാധനയ്ക്ക് ഏറ്റെടുത്ത് നടത്തുന്ന വ്യക്തികളെ, കുടുംബങ്ങളെ എല്ലാം നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി, പ്രാർത്ഥനാ നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി, കൊറോണ രോഗത്തിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ വേണ്ടി, അവരുടെ സൗഖ്യത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഈ പ്രത്യേക ആരാധനയെ കർത്താവെ അവിടുന്ന് തൃക്കൺ പാർക്കണമെന്നും അവരെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഈ ആലയത്തിലേക്ക് പ്രാർത്ഥിക്കാനായി ഇന്നേ ദിവസം സമർപ്പിക്കപ്പെട്ട എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ, ഞങ്ങളുടെ ഇടവകകൾ, ഞങ്ങളുടെ ജോലി മേഖലകൾ, ഞങ്ങളുടെ ജീവിതാന്തസ്സുകൾ, ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകൾ ഇതെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടെ മാറേണ്ടവ മാറ്റാൻ, തിരിച്ചറിയാൻ, അവിടെ എല്ലാം വലിയ രൂപാന്തരീകരണങ്ങൾ സംഭവിക്കാൻ ഈശോയെ ഇടവരുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസഭയെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ രാഷ്ട്രത്തെ സമർപ്പിക്കുന്നു, ലോകം മുഴുവനെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വന്ന് രൂപാന്തരപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ നൊവേന പ്രാർത്ഥനയിലേക്ക് കടക്കാം. രൂപാന്തരപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, ഇന്ന് കടന്നു വന്ന് ഞങ്ങളെ മാറ്റണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പരിശുദ്ധാത്മാവായ ദൈവത്തെ നമുക്ക് ക്ഷണിച്ചുകൊണ്ട് പാടാം. പരിശുദ്ധാത്മാവേ, വരമേഴും നൽകും പരിശുദ്ധാത്മാവേ, വരണമേ. ഹൃദയത്തിൽ വന്നു നിറയണമേ, മനതാരിൽ വന്നു വാഴണമേ. പരിശുദ്ധാത്മാവേ, വരമേഴും നൽകും പരിശുദ്ധാത്മാവേ, വരണമേ. ഹൃദയത്തിൽ വന്നു നിറയണമേ, മനതാരിൽ വന്നു വാഴണമേ. വചനത്തിൻ മന്ന വിതരണമേ, എന്റെ പദതാരിൽ ദീപ്തി ചൊരിയണമേ. പ്രാർത്ഥിക്കാം. വചനത്തിൻ മന്ന വിതരണമേ, എന്റെ പദതാരിൽ ദീപ്തി ചൊരിയണമേ. ദുരിതത്തിൽ വന്നു പതിയണമേ, എന്റെ വ്യഥകളിൽ സൗഖ്യം നൽകണമേ. ദുരിതത്തിൽ വന്നു പതിയണമേ, എന്റെ വ്യഥകളിൽ സൗഖ്യം നൽകണമേ. പരിശുദ്ധാത്മാവേ, വരമേഴും നൽകും പരിശുദ്ധാത്മാവേ, വരണമേ. ഹൃദയത്തിൽ വന്നു നിറയണമേ, മനതാരിൽ വന്നു വാഴണമേ.
പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. രൂപാന്തരീകരപ്പെടുത്തുന്ന ആത്മാവേ, ഭൂമുഖത്തെ നവീകരിക്കുന്ന പുതുതാക്കുന്ന പരിശുദ്ധാത്മാവേ, ജലത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങളെ കരയിൽ ചരിക്കുന്നവരാക്കി മാറ്റുവാൻ, കരയിൽ ജീവിക്കുന്നവയെ ജലത്തിൽ സഞ്ചരിക്കുന്നവയാക്കി മാറ്റുവാൻ കഴിവുള്ള ആത്മാവേ, അഗ്നിയുടെ സ്വഭാവം തീയിലേക്ക് പകർന്നു കൊടുക്കുവാൻ, തീയുടെ സ്വഭാവം അഗ്നിക്ക് വെള്ളത്തിന് പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഞങ്ങൾക്ക് അപ്രാപ്യമെന്ന് തോന്നുന്ന, അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും സാധ്യമാക്കാൻ, രൂപാന്തരപ്പെടുത്താൻ അങ്ങേക്ക് കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ ജീവിതത്തെ, ഞങ്ങളുടെ അവസ്ഥകളെ, ഞങ്ങളുടെ തകർച്ചകളെ, ഞങ്ങളുടെ ഭാരങ്ങളെ, ഞങ്ങളുടെ സങ്കടങ്ങളെ, ഞങ്ങളുടെ പ്രയാസങ്ങളെ, ഞങ്ങളുടെ ദുഃഖങ്ങളെ, ഞങ്ങളുടെ അപമാനങ്ങളെ, ഞങ്ങളുടെ ഞെരുക്കങ്ങളെ, ഞങ്ങളുടെ ഇല്ലായ്മകളെ എല്ലാം ആത്മാവേ അവിടത്തേക്ക് വിട്ടു തന്നുകൊണ്ട് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പതനങ്ങളിൽ, ഞങ്ങളുടെ വീഴ്ചകളിൽ, ഞങ്ങളുടെ കുറവുകളിൽ, ഞങ്ങളുടെ ഇല്ലായ്മകളിൽ അവിടുന്ന് ഞങ്ങളെ താങ്ങണമെന്നും ഞങ്ങളെ വീഴാൻ അനുവദിക്കാതെ ഞങ്ങളെ ഉയർത്തി രൂപാന്തരപ്പെടുത്തണമേ എന്നും ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. പതനത്തിൽ എന്നെ കാക്കണമേ, നിന്റെ കരമേകി താങ്ങി നിർത്തണമേ. പതനത്തിൽ എന്നെ കാക്കണമേ, നിന്റെ കരമേകി താങ്ങി നിർത്തണമേ. മരുഭൂവിൽ വെള്ളം പകരണമേ, എന്റെ ഹൃദയത്തിൽ വാസം കൊള്ളണമേ. മരുഭൂവിൽ വെള്ളം പകരണമേ, എന്റെ ഹൃദയത്തിൽ വാസം കൊള്ളണമേ. മരണത്തിൽ എന്റെ അരികിലായി വന്ന് ആശ്വാസരാഗം നീട്ടണമേ. വിധിനാളിൽ നിന്റെ കരുണ തൻ കണ്ണുകൾ ഒരു വട്ടം എന്നിൽ പതിയണമേ. പരിശുദ്ധാത്മാവേ വരമേഴും നൽകും, പരിശുദ്ധാത്മാവേ വരണമേ. ഹൃദയത്തിൽ വന്നു നിറയണമേ, മനതാരിൽ വന്നു വാഴണമേ. പരിശുദ്ധാത്മാവേ വരമേഴും നൽകും, പരിശുദ്ധാത്മാവേ വരണമേ. ഹൃദയത്തിൽ വന്നു നിറയണമേ, മനതാരിൽ വന്നു വാഴണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ വിശ്വസ്തതയുടെയും സ്നേഹത്തിന്റെയും അഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിക്കണമേ. പിതാവേ, അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിന്റെ വെളിച്ചത്തിൽ നയിക്കുമല്ലോ. അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തിരിച്ചറിയുവാനും നല്ലത് രുചിച്ചറിയുവാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിന്റെ പരിമളം അനുഭവിക്കുവാനും ഇടയാക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സൃഷ്ടാവും പിതാവും സംരക്ഷകനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതിനായി മനുഷ്യാവതാരം ചെയ്ത ഈശോയെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ഈശോ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകസ്ഥാപനം മുതൽ അങ്ങേ ദിവ്യ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. സെഗിയോനോട്ടുശാലയിൽ ദാഹത്തോടെ കാത്തിരുന്ന പരിശുദ്ധ അമ്മയുടെയും സ്ലീഹന്മാരുടെയും മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, ഈ സമൂഹത്തിന്റെ മേലും ഇറങ്ങി വരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ. അവിടുത്തെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് വിശദീകരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും ആത്മാവേ, ഞങ്ങൾക്ക് ആഴമുള്ള ദൈവസ്നേഹാനുഭവത്തിനും വിശ്വാസത്തിനും വളരാൻ ആവശ്യമായ കൃപ തരണമേ. ആമേൻ.
ദൈവീക രഹസ്യം ജ്ഞാനികളിൽ നിന്നും മറച്ചുവെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുമെന്ന് അരുളി ചെയ്തത് ഞങ്ങളിൽ സംഭവിക്കുവാനായി. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ദൈവമേ, വചനമായ അങ്ങ് ഞങ്ങളുടെ ഇടയിൽ മാംസം ധരിച്ചതുപോലെ ഞങ്ങളും ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ദൈവവചനം ജീവിതത്തിൽ മാംസം ധരിക്കുവാനായി. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ദൈവമേ, അങ്ങ് ഞങ്ങളിൽ ചൊരിഞ്ഞ എല്ലാ പുണ്യങ്ങളാലും കഴിവുകളാലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും അതുവഴി ദൈവമഹത്വം ഉണ്ടാകുന്നതിനുമായി. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, ശാസ്ത്രീയമായും സാങ്കേതികമായും അങ്ങ് നൽകുന്ന എല്ലാ അറിവുകളും നന്മയ്ക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കുന്നതിനായി. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പ്രാർത്ഥനാ സമ്മേളനങ്ങളും സ്നേഹക്കൂട്ടായ്മകളും അനേകർക്ക് ചൈതന്യം പകരുന്നതിനായി തീരുന്നതിനായി. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധ മാതാവേ, എന്റെ അമ്മേ, ഞാൻ പാപവഴികൾ ഉപേക്ഷിക്കുന്നതിനും ഈശോയുടെ വിലയേറിയ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നതിനും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നിറയപ്പെടുന്നതിനുമായി അമ്മ പ്രാർത്ഥിക്കണമേ. പാപത്താൽ കഠിനമാക്കപ്പെട്ട ഹൃദയം എടുത്തു മാറ്റി എസെക്കിയേൽ പ്രവാചകൻ വഴി വാഗ്ദാനം ചെയ്യപ്പെട്ട പുതിയ ഹൃദയം തരണമേ. അവർക്ക് ഞാൻ പുതിയ ഹൃദയം നൽകും. ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ കൊടുക്കും. അങ്ങനെ അവർ എന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും എന്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും. അവർ എന്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. പരിശുദ്ധിയും സ്നേഹനിധിയുമായ എന്റെ അമ്മേ, പരിശുദ്ധാത്മ സ്നേഹത്താൽ നിറഞ്ഞ് മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന പുതിയ മനുഷ്യരെ ധരിക്കാനായി അമ്മ എനിക്കായി പ്രാർത്ഥിക്കണമേ. ഓ ദൈവമേ, പരിശുദ്ധാത്മഫലമായ ആനന്ദത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. എപ്പോഴും സന്തോഷത്തോടെ കഴിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രതീക്ഷയ്ക്ക് വിപരീതമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പുഞ്ചിരിയോടെ നേരിടുവാനും ഞങ്ങൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളിലെല്ലാം നന്മയുടെ വശം കണ്ടെത്തുവാനും അങ്ങേക്ക് നന്ദി പറയുവാനും ഞങ്ങൾക്ക് ഇടയാക്കണമേ. ഞെരുക്കങ്ങളിൽ പിറുപിറുപ്പും പരാതി പറഞ്ഞും ഞങ്ങളിലെ പ്രത്യാശ നഷ്ടപ്പെടാതെ കാക്കണമേ. എല്ലായ്പ്പോഴും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പൂർണ്ണ മനസ്സോടെ പറയുവാൻ ഞങ്ങളെ കഴിവുള്ളവരാക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമുക്ക് ജപമാല കരങ്ങളിൽ എടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിനോടുള്ള ജപമാല പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. പ്രത്യേകമായി ഇന്നേ ദിവസം വലിയൊരു രൂപാന്തരീകരണം നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ആ വലിയ കൃപ നമ്മളിൽ സംഭവിക്കാനിട വരട്ടെ. നമ്മളുടെ കുറവുകൾ രൂപാന്തരപ്പെടട്ടെ, നന്മയായിട്ട് മാറട്ടെ. നമ്മളിലെ ദുഃഖങ്ങൾ രൂപാന്തരപ്പെട്ട് സന്തോഷമായി മാറട്ടെ. പ്രത്യേകമായി ഇന്ന് ആനന്ദമെന്ന വലിയ ഫലത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജോലി മേഖലകളിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൽ എല്ലാം യഥാർത്ഥത്തിലുള്ള ആനന്ദം സംരഭ്യമാകാൻ, സമൃദ്ധമാകാൻ നമുക്കിത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോയുടെ വാഗ്ദാനമാം പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ഈശോയുടെ വാഗ്ദാനമാം പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ഈശോയുടെ വാഗ്ദാനമാം പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ഈശോയുടെ വാഗ്ദാനമാം പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ.
ഈശോയുടെ വാഗ്ദാനമാം പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ഈശോയുടെ വാഗ്ദാനമാം പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ഈശോയുടെ വാഗ്ദാനമാം പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ഈശോയുടെ വാഗ്ദാനമാം പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ഈശോയുടെ വാഗ്ദാനമാം പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ഈശോയുടെ വാഗ്ദാനമാം പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. അതിലെ പോലെ എപ്പോഴെപ്പോഴും നയിക്കുവാമേ. പരിശുദ്ധാത്മാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വലിയ സന്തോഷത്തിലേക്ക്, ആനന്ദത്തിന്റെ പൂർണ്ണതയിലേക്ക്, രൂപാന്തരീകരണത്തിലൂടെ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ലോകത്തെ മുഴുവനും ഈ നാളുകളിൽ വലിയൊരു മാറ്റത്തിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ. സഭയെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ. നമ്മുടെ ഇടവകളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ. നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ. എല്ലാ ധ്യാന കേന്ദ്രങ്ങളെയും സമർപ്പിക്കാം. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ. എല്ലാ സന്യാസ സമൂഹങ്ങളെയും സമർപ്പിക്കാം. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ. എല്ലാ ദമ്പതിമാരെയും സമർപ്പിക്കാം. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ. എല്ലാ യുവജനങ്ങളെയും സമർപ്പിക്കാം. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ. എല്ലാ കുഞ്ഞുമക്കളെയും സമർപ്പിക്കാം. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ. നമ്മെ ഓരോരുത്തരെയും നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ആരാധന നടത്തുന്ന മക്കളെ സമർപ്പിക്കാം. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും നയിക്കുവാമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ ആനന്ദവും സന്തോഷവും അനുഭവിക്കാൻ തക്ക വിധത്തിൽ ഒരു ശുദ്ധീകരണം ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ വാഗ്ദാനമാം പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണേ. 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 ഈശോയുടെ വാഗ്ദാനമാം പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണേ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും നയിക്കുവാമേ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവെ ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്നേ ദിവസം വലിയൊരു രൂപാന്തരീകരണം, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ രണ്ടാമത്തേതായ സന്തോഷം എന്ന വലിയ പുണ്യത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ജ്വലിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. മന്ദീഭവിച്ചു പോയ സന്തോഷം, കുറഞ്ഞുപോയ സന്തോഷം, തണുത്തുപോയ സന്തോഷം, ഇതെല്ലാം ജ്വലിച്ച് വീണ്ടും ആനന്ദമുണ്ടാകാൻ ഇടവരട്ടെ. ഈ ഭൂമി മുഴുവനും, സകല രാഷ്ട്രങ്ങളിലും, സകല മനുഷ്യ മക്കളിലും, സകല ഇടങ്ങളിലും എല്ലാ സന്തോഷവും ഉണ്ടാവട്ടെ. പഴയതുപോലെ സന്തോഷം തിരികെ വരാൻ നമ്മുടെ ദേവാലയങ്ങളിൽ, നമ്മുടെ ധ്യാന മന്ദിരങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ തൊഴിൽ മേഖലകളിൽ, നമ്മുടെ ജോലി മേഖലകളിൽ, നമ്മുടെ സാധാരണ ജീവിതങ്ങളിൽ, നമ്മുടെ യാത്രകളിൽ, നമ്മുടെ പഠനങ്ങളിൽ, നമ്മുടെ ലക്ഷ്യങ്ങളിൽ, നമ്മുടെ ഒരുക്കങ്ങളിൽ, നമ്മുടെ പ്രതീക്ഷകളിൽ, നമ്മുടെ കാത്തിരിപ്പുകളിലെല്ലാം ആ പഴയ സന്തോഷം ഇരട്ടിയായി പെരുകാൻ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. നമ്മുടെ ലോകം മുഴുവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. സഭയെ സമർപ്പിക്കാം. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ സമർപ്പിക്കാം. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കാം. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. വലിയ സങ്കടത്തിൽ കഴിയുന്ന മക്കളെ സമർപ്പിക്കാം. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. രോഗത്തിന്റെ ഭീതിയിലും അടിമത്തത്തിലും കഴിയുന്നവരെ സമർപ്പിക്കാം. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. വലിയ സാമ്പത്തിക ഞെരുക്കങ്ങളിൽ, തകർച്ചകളിൽ ഇല്ലായ്മകളിൽ കഴിയുന്നവരെ സമർപ്പിക്കാം. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെ ഓർത്ത് വേദനിക്കുന്നവരെ സമർപ്പിക്കാം. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. സാധാരണ ജീവിതം നഷ്ടപ്പെട്ടു പോയ നമ്മളെ ഓരോരുത്തരെയും സമർപ്പിക്കാം. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും നയിക്കുവാമേ. പരിശുദ്ധാത്മാവായ ദൈവത്തോട് കരങ്ങൾ യാചനാപൂർവം പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നിറയപ്പെടുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് ഈ 5-ാം ദിവസം ചൊല്ലി പ്രാർത്ഥിക്കാം. ഈശോയുടെ വാഗ്ദാനമാം പരിശുദ്ധാത്മാവേ, വരദാന ഫലങ്ങളാൽ നിറയ്ക്കണേ. 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 പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും നയിക്കുവാമേ. മൗനമായി നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ റുഥീനിയായിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളും യാചനകളും ഒരിക്കൽ കൂടി നമുക്ക് ഈ നൊവേനയിൽ സമർപ്പിക്കാം. ഒരു രൂപാന്തരീകരണത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം.
കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ പുത്ര ലോകവിമോചക, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ത്രിത്വമേ ഏക ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ലോകത്തിന്റെ മുഖം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. പ്രാവിന്റെ രൂപത്തിൽ ഈശോയുടെ മേൽ എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. തീനാളത്തിന്റെ രൂപത്തിൽ ശിഷ്യരുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. യേശുവിന്റെ സാക്ഷികളാകാൻ ശക്തി പകരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. വചനത്താൽ ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. സഭയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. കൂദാശകളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ കൃപ തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. പാപബോധം തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. നീതിബോധം തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. അന്ത്യവിധിയെ കുറിച്ച് പഠിപ്പിച്ച പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. സമൃദ്ധമായ ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. ജ്ഞാനത്തിന്റെ ആത്മാവേ, ഞങ്ങളെ നയിക്കണമേ. ബുദ്ധിയുടെ പ്രകാശമേ, ഞങ്ങളെ നയിക്കണമേ. ജ്ഞാനത്തിന്റെ ഉറവിടമേ, ഞങ്ങളെ നയിക്കണമേ. അറിവിന്റെ പ്രകാശമേ, ഞങ്ങളെ നയിക്കണമേ. ദൈവഭയത്തിന്റെ പ്രകാശമേ, ഞങ്ങളെ നയിക്കണമേ. വിശ്വാസത്തിന്റെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പ്രത്യാശയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. സ്നേഹത്തിന്റെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ആനന്ദത്തിന്റെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. സമാധാനത്തിന്റെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. എളിമയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ക്ഷമയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നന്മയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. കരുണയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഐക്യത്തിന്റെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ശുദ്ധിയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. വിശ്വസ്തതയുടെ ആത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. സഭയുടെ സംരക്ഷക, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ദിവ്യകൃപയുടെ ഉറവിടമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. സഹനത്തിലെ ആശ്വാസമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നിത്യപ്രകാശമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ജീവന്റെ ഉറവയെ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ആത്മീയ അഭിഷേകമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ ആനന്ദമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പ്രവാചകന്മാരുടെ പ്രചോദനമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അപ്പസ്തോലന്മാരുടെ ഗുരുവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. രക്തസാക്ഷികളുടെ ശക്തിയുടെ ഉറവിടമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ കരുണയുള്ളവനേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധാത്മാവേ കരുണയുള്ളവനേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധാത്മാവേ കരുണയുള്ളവനേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിനോടും പുത്രനോടും ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, എല്ലാവരെയും വിശുദ്ധീകരിക്കുകയും സാന്ത്വനപ്പെടുത്തുകയും ചെയ്യുന്നവനെ, അങ്ങയുടെ ദാസരുടെ ഹൃദയങ്ങളിൽ നിറയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനോടും പുത്രനോടും കൂടെ ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, എല്ലാവരെയും വിശുദ്ധീകരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവനെ, അങ്ങേ ദാസരുടെ ഹൃദയങ്ങളിൽ നിറയണമേ. അവിടുന്ന് അത്യുന്നതനായ ദൈവത്തിന്റെ ദാനവും ജീവന്റെ ഉറവിടവും ആത്മീക അഭിഷേകവുമാണ്, അഗ്നിയും സ്നേഹവുമാണ്. അങ്ങ് പിതാവിന്റെ വാഗ്ദാനമാണ്, 7 ദാനങ്ങളുടെ ദാതാവാണ്. അങ്ങയുടെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് ഞങ്ങളെ സമ്പന്നരാക്കണമേ. വിശുദ്ധിയോടെ ചിന്തിക്കുവാനും വിനയത്തോടെ സംസാരിക്കുവാനും വിവേകത്തോടെ പ്രവർത്തിക്കാനുമുള്ള വരം നൽകണമേ. സഹനങ്ങളുടെ ഇടയിൽ സ്ഥിരോത്സാഹത്തോടെ പിടിച്ചു നിൽക്കുവാനും സംശയങ്ങളെ ദൂരീകരിക്കുവാനും ജീവിതത്തിലെ മോഹഭംഗങ്ങളിൽ പ്രത്യാശ കൈവിടാതിരിക്കുവാനും സ്നേഹിക്കുവാനും മറ്റുള്ളവരിൽ അങ്ങയെ കാണുവാനും അനുഗ്രഹിക്കണമേ. സർവശക്തനായ പിതാവിനോടും അവിടുത്തെ ഏകജാതനായ യേശുക്രിസ്തുവിനോടും കൂടെ
എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങേക്ക് എല്ലാ സ്തുതിയും മഹത്വവും കൃതജ്ഞതയും എന്നേരവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ സ്നേഹജ്വാലയെ, എന്റെ ആത്മാവിനെ നീ സ്പർശിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മനസ്സിൽ വലിയ ഭാരങ്ങൾ അനുഭവിക്കുന്ന മക്കൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിന്റെ നൊമ്പരങ്ങൾ അനുഭവിക്കുന്നവർ, രോഗത്തിന്റെ, പ്രിയപ്പെട്ടവരുടെ രോഗത്തിന്റെ, പ്രിയപ്പെട്ടവരുടെ വേർപാടിന്റെ, ജോലി നഷ്ടങ്ങളുടെ, വലിയ അസ്വാതന്ത്ര്യങ്ങളുടെ, നഷ്ടങ്ങളുടെ, ഇല്ലായ്മകളുടെ, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളുടെ, പ്രതീക്ഷിച്ചിരുന്നതൊക്കെ അടഞ്ഞുപോയതിന്റെ ഒക്കെ വലിയ നൊമ്പരങ്ങൾ പേറുന്ന എല്ലാ മക്കളും ഹൃദയത്തിൽ പ്രാർത്ഥിക്കട്ടെ. ഓ സ്നേഹജ്വാലയെ, ഓ പരിശുദ്ധാത്മാവേ, നിന്റെ സ്നേഹത്താൽ എന്നെ ജ്വലിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ സ്നേഹജ്വാലയേ, ആത്മാവിനെ മൃദുവായി മുറിപ്പെടുത്തുന്നു നീ. സ്നേഹജ്വാലയേ, എന്നാത്മാവിനെ മൃദുവായി മുറിപ്പെടുത്തുന്നു നീ. മൃദുവായി ഈശോയെ, അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ സ്പർശിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ സമയം വലിയ നൊമ്പരങ്ങളിൽ കഴിയുന്ന എല്ലാ മക്കളെയും, ആശ്വാസമില്ലാതെ എല്ലാം അലയുന്ന മക്കളെയും, സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ട എല്ലാ ഹൃദയങ്ങളെയും പരിശുദ്ധാത്മാവെ അങ്ങ് തൊടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് രോഗത്തിന്റെ ദുഃഖവും ദുരിതവും പേറുന്നവരെ, ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് പലായനം ചെയ്യേണ്ടി വരുന്ന മക്കളെ, എല്ലാ പ്രതീക്ഷകളും അടഞ്ഞ് ഇനി അവയൊക്കെ എന്ന് സാധ്യമാകുമെന്ന് കരുതി വലിയ നൊമ്പരത്തിലും മനോവിഷമത്തിലും ഒക്കെ കഴിയുന്ന മക്കളെ പരിശുദ്ധാത്മാവേ തൊടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പാവനാത്മാവേ, എൻ ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എന്റെ ഹൃദയത്തിൽ. ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എന്റെ ഹൃദയത്തിൽ. നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വരണമേ, എല്ലാ സങ്കടപ്പെടുന്ന മക്കളിലേക്ക് വരണമേ, സന്തോഷം നഷ്ടപ്പെട്ട ഇടങ്ങളിലേക്ക് വരണമേ. സന്തോഷം നഷ്ടപ്പെട്ട ഇടങ്ങൾ, സന്തോഷം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, സന്തോഷം നഷ്ടപ്പെട്ട സ്ഥാപനങ്ങൾ, സന്തോഷം നഷ്ടപ്പെട്ട മക്കൾ, ഇവരിലേക്കെല്ലാം കർത്താവേ ഇറങ്ങി വരണമേ. വലിയ പ്രതീക്ഷയും ആനന്ദത്തോടെയും കാത്തിരുന്നവ കൺമുമ്പിൽ നഷ്ടപ്പെട്ടപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളിലേക്കൊക്കെ കർത്താവെ അനേകം മക്കൾ ഈ കാലഘട്ടത്തിൽ പോയപ്പോൾ അവരനുഭവിക്കുന്ന ആ നഷ്ടങ്ങളുടെ സങ്കടങ്ങളിലേക്ക് പരിശുദ്ധാത്മാവെ നീ ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ പുനരുദ്ധരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ രൂപാന്തരപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ വലിയ ആനന്ദത്തിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗപീഠകളിൽ, മാനസവ്യാധികളിൽ, ഈ കാലഘട്ടത്തിന്റെ രോഗപീഠകളിൽ, മാനസവ്യാധികളിൽ സൗഖ്യവും ശാന്തിയും സൗഖ്യവും ശാന്തിയും പകർന്നരുളി എന്നെ നയിക്കണമേ. എല്ലാവരെയും നയിക്കണമേ. സൗഖ്യവും ശാന്തിയും പകർന്നരുളി എന്നെ നയിക്കണമേ.
പാവനാത്മാവേ എൻ ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. ദിവികാരണീശോയുടെ വലിയ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. മുട്ടുമേലായിരുന്നു കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ കർത്താവിലേക്ക് തുറന്നു വെച്ച്, നമ്മുടെ പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ അവിടുത്തെ തിരുമുമ്പിലേക്കും തുറന്നു വെച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരമകാരുണ്യമേ ദൈവസ്നേഹാഗ്നി, എന്നേരവും ആരാധനാസ്തുതി. പരമകാരുണ്യമേ ദൈവസ്നേഹാഗ്നി, എന്നേരവും ആരാധനാസ്തുതി. പരമകാരുണ്യമേ ദൈവസ്നേഹാഗ്നി, എന്നേരവും ആരാധനാസ്തുതി, ആരാധനാസ്തുതി.